പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE റസൽമീനിയ 41 2 ദിവസങ്ങളിലെ മാച്ച് കാർഡുകളുടെ പ്രഡിക്ഷനാണ്. അപ്പോൾ നമുക്ക് പ്രഡിക്ഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. റസൽമീനിയ 41 ആദ്യ ദിവസം നടക്കുന്നത് ഇനി വരാൻ പോകുന്ന ഞായറാഴ്ച ഏപ്രിൽ 20 രണ്ടാമത്തെ ദിവസം നടക്കുന്നത് ഏപ്രിൽ 21 തിങ്കളാഴ്ചയാണ്. നമുക്ക് രാവിലെ 4:30 മുതൽക്ക് പുലർച്ചെ 4:30 മുതൽക്ക് നമുക്ക് ഈ ഷോകൾ ലൈവായി നെറ്റ്ഫ്ലിക്സിലൂടെ കാണാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സ് അല്ലാതെ കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ മറ്റ് വെബ്സൈറ്റുകളുടെ ലിങ്ക്, ആപ്പുകളുടെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഷോ ആരംഭിക്കുന്ന ആ ഒരു സമയത്ത് മറ്റ് അപ്ഡേറ്റുകളൊക്കെ ആ ഗ്രൂപ്പിലൂടെ ആയിരിക്കും പങ്കുവെക്കുക. എന്തുകൊണ്ട് വെബ്സൈറ്റുകളുടെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ പങ്കുവെക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ കാരണം കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ മൂലമാണ്. അപ്പോൾ മാക്സിമം കൂട്ടുകാർ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ ലിങ്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നേരെ മാച്ച് കാർഡ് പ്രഡിക്ഷനിലേക്ക് കടക്കുകയാണ്. ആദ്യ ദിവസത്തിൽ നടക്കുന്ന മത്സരങ്ങളെ സംബന്ധിച്ചാണ് തുടക്കത്തിലെ പങ്കുവെക്കുന്നത്. അതിൽ ആദ്യം പങ്കുവെക്കുന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ചാമ്പ്യനായ ഗിന്ദർ മെയിൻ ഇവന്റ് ജെ ഊസോയ്ക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ മാച്ചിൻ്റെ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ജെ ഊസോ ഗിന്ദറിൻ്റെ ടൈറ്റിൽ റണ്ണ് അവസാനിപ്പിക്കാൻ സാധ്യതകൾ ഏറെയാണ്. 2 ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ ഈ ഒരു സ്റ്റോറിയെ സംബന്ധിച്ച് പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ഗിന്ദർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ള ഒരു തലത്തിലാണെങ്കിൽ ഇക്കഴിഞ്ഞ 2 ആഴ്ച ജെ ഊസോ ഈ ഒരു സ്റ്റോറിയിൽ വമ്പൻ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലും വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ജെ ഊസോയുടെ ഒരു കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മത്സരം ജേഡ് കാർഗിൽ വേഴ്സസ് നയോമി തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ പ്രഡിക്ഷൻ ജേഡ് കാർഗിലിന് ഒപ്പമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജേഡ് കാർഗിലിൻ്റെ തിരിച്ചുവരവിന് ശേഷം താരത്തിന് ലഭിക്കുന്ന ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരമാണ്. അതും റസൽമീനിയ പോലത്തെ ഒരു ഇവൻറ്റ്. ഇവിടെ നയോമിയേക്കാൾ വിജയം അനിവാര്യമായിട്ടുള്ളത് ജേഡ് കാർഗിലിനാണ്. നയോമിക്ക് ഈ ഒരു പരാജയം ആ താരത്തിൻ്റെ കരിയറിന് വലിയ കോട്ടം സംഭവിക്കുന്നതല്ല. എന്നാൽ ജേഡ് കാർഗിൽ വിജയിച്ചില്ലെങ്കിൽ അത് താരത്തിൻ്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കും പോയേക്കാം. അപ്പോൾ ജേഡ് കാർഗിലിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ പ്രൊഡിക്ഷൻ ജേഡിൻ്റെ ഒപ്പമാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ മത്സരം നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ വാർ റൈഡേഴ്സ് ന്യൂഡേ എന്ന ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരത്തിലെ പ്രൊഡിക്ഷൻ ഞാൻ ന്യൂഡേക്ക് ഒപ്പമാണ്. അതായത് ന്യൂഡേ പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. വാർ റൈഡേഴ്സിൻ്റെ കൈവശം ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടില്ല. മറിച്ച് പൂർണ്ണമായി ഹീലായിട്ടുള്ള ന്യൂഡേ ആണെങ്കിൽ അവരുടെ ക്യാരക്ടർ വർക്കും നല്ല രീതിയിൽ വന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂഡേയുടെ കയ്യിലേക്ക് ഈ ഒരു ടാഗ് ടൈറ്റിൽസ് എത്തിയാൽ പഴയ പോലെ ടാഗ് ടീം ഡിവിഷന് ഒന്നുകൂടി പ്രാധാന്യം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ മത്സരം WWE ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോ വേഴ്സസ് എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന ലൂച്ചഡോർ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. റെയ് മിസ്റ്റീരിയോ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ ലെജൻഡറി കരിയറിന് അതൊന്നും ബാധിക്കുന്നതല്ല. എന്നാൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന ജാഡ് ഗേബിളിൻ്റെ തന്നെ മറ്റൊരു വെർഷൻ ലൂച്ചാഡോർ സ്റ്റൈലിലുള്ള ആ ഒരു ക്യാരക്ടർ, ആ താരത്തിന് ലഭിക്കുന്ന ഒരു വിജയം തുടർന്നുള്ള സ്റ്റോറി ലൈന് വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ജാഡ് ഗേബിളിൻ്റെ നോർമൽ ക്യാരക്ടറും എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന ലൂച്ചാഡോർ ക്യാരക്ടറിനും നല്ല രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനും അവർ വീക്ക്ലി എപ്പിസോഡുകളിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എൽ ഗ്രാൻഡെ അമേരിക്കാനോ ആയിരിക്കും ഈ മത്സരത്തിൽ വിജയിക്കാൻ സാധ്യത. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കുമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ LA നൈറ്റ് ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷൻ 50-50 ആണ്. അതായത് 2 പേർക്കും വിജയ സാധ്യത ഒരുപോലെയാണ്. LA നൈറ്റിന് ഇപ്പോഴും വലിയൊരു സപ്പോർട്ട് കാണികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. ജേക്കബ് ഫാറ്റു ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ വലിയൊരു പുഷ് എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ജേക്കബ് ഫാറ്റു പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകുമോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഇവിടെ നിലനിർത്തുകയാണ്. സോളോ സിക്കോവയുടെ ഇൻ്റർഫിയറൻസ് മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു വിജയത്തിന് തടസ്സമാകുന്നത് മിക്കവാറും സോളോ ആയിരിക്കും. അതിലൂടെ LA നൈറ്റിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്.
ജേക്കബ് ഫാറ്റു പുതിയ ചാമ്പ്യൻ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ ഞാനൊരു ചാൻസ് എടുക്കുകയാണെങ്കിൽ LA ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ളൊരു തലത്തിലാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറാമത്തെ മത്സരം നിലവിലെ വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ 2025 വുമൻസ് റോയൽ റംബിൾ വിജയിച്ചു വന്ന ഷാർലറ്റ് ഫ്ലെയറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ ചാമ്പ്യൻഷിപ്പ് മത്സരം ഇരുവരും തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂസ് എന്ന നിലയിൽ വലിയൊരു ശ്രദ്ധ ഇക്കഴിഞ്ഞ ആഴ്ചയോടുകൂടി ആരാധകർക്കിടയിൽ ഇടം നേടിയതാണ്. അതുവരെ ഈ ഒരു സ്റ്റോറിക്ക് വലിയൊരു പ്രാധാന്യം ഒരു ആരാധകനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷാർലറ്റിന് ലഭിക്കുന്ന ഒരു ഓവർ പുഷ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഇപ്പോൾ ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, റിയൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്നുള്ളൊരു നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാർലറ്റ് വിജയിച്ച് പുതിയ ചാമ്പ്യൻ ആകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ എൻ്റെ പ്രൊഡിക്ഷൻ ടിഫനി എന്ന് പറയുന്ന യുവ താരത്തിൻ്റെ മേലാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണ്? ഷാർലറ്റ് 15ാമത്തെ തവണ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകുന്നത് കാണാൻ സാധിക്കുമോ? അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. ആദ്യ ദിവസത്തിലെ അവസാനത്തെ മത്സരം നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന മെയിൻ ഇവൻ്റ് മത്സരമായ ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ്. സെത്ത് റോളിൻസ് വേഴ്സസ് CM പങ്ക് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് മത്സരം. ഈ മത്സരത്തെ സംബന്ധിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ 3 റെസ്ലേഴ്സിനും ഒരുപോലെയുള്ളൊരു പ്രാധാന്യം ഈ മത്സരത്തിൻ്റെ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് സെത്തും കൂടി ഈ ഒരു സ്റ്റോറിയിൽ വലിയൊരു ഇൻവോൾവ്മെൻറ്റ് ആയിരിക്കുമെന്നുള്ള തലത്തിലുള്ള ഒരു സെഗ്മെൻറ്റ് അവർ നടത്തിയത്. ഒരു ഫേവർ തനിക്കും കൂടി ബാക്കിയുണ്ട് എന്നുള്ളത് പോൾ ഹേമൻ്റെ മുഖത്ത് നോക്കി സെത്ത് പറഞ്ഞത്. അത് എന്ത് ഫേവർ ആയിരിക്കും, എന്ത് സഹായമായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ആ ഒരു സ്റ്റോറിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ CM പങ്ക്, റോമൻ റെയിൻസ്, ഇവർക്ക് പോൾ ഹേമൻ എന്ന് പറയുന്ന താരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഇതുവരെ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ ഉടനീളം കാണാൻ സാധിച്ചു. സെത്തിൻ്റെ ആവശ്യപ്പെടുന്ന ഒരു ഫേവർ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. മിക്കവാറും പോൾ ഹേമൻ സെത്തിൻ്റെ കൂടെ ചേർന്ന് CM പങ്കിനെയും റോമൻ റെയിൻസിനെയും ഒരുമിച്ച് ചതിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ റോമൻ റെയിൻസിൻ്റെ കൂടെ തന്നെ പോൾ ഹേമന് പോകാനും CM പങ്കിൻ്റെ കൂടെ ഇനി താൻ ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു വലിയ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കാനും റസൽമേനിയ 41 ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിലും സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച് ഒന്നെങ്കിൽ CM പങ്കോ അല്ലെങ്കിൽ സെത്ത് റോളിൻസോ മത്സരത്തിൽ വിജയിച്ചേക്കാം. സെത്ത് റോളിൻസ് വിജയിക്കുകയാണെങ്കിൽ പോൾ ഹേമൻ സെത്തിൻ്റെ കൂടെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. എന്നാൽ CM പങ്ക് വിജയിക്കുകയാണെങ്കിൽ പോൾ ഹേമൻ CM പങ്കിൻ്റെ കൂടെ പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായി പോകും എന്നുള്ളത് പറയാൻ സാധിക്കില്ല. CM പങ്കും പോൾ ഹേമനും തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാഗങ്ങളും നമുക്ക് റസൽമേനിയ 41 പ്രതീക്ഷിക്കാം. റസൽമേനിയ 41 രണ്ടാമത്തെ ദിവസത്തിൽ തുടക്കത്തിലെ പങ്കുവെക്കാനുള്ളത് റാൻഡി ഓർട്ടൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. റാൻഡി ഓർട്ടന് മത്സരങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു സ്റ്റാറ്റസ് തന്നെയാണ് റാൻഡിയുടെ മത്സരത്തെ സംബന്ധിച്ച് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എതിരാളി ആരാണെന്നുള്ളത് വ്യക്തമല്ല. ഓൾറെഡി കെവിൻ ഓവൻസിനെതിരെയുള്ള മത്സരം ക്യാൻസൽ ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ റാൻഡിയുടെ എതിരാളി ആര് എന്നുള്ളൊരു സർപ്രൈസ് എലമെൻറ്റ് അവർ ഇട്ടിട്ടാണ് റസൽമേനിയ 41 ഇതുവരെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനിയൊരു റോ എപ്പിസോഡും സ്മാക്ഡൗൺ എപ്പിസോഡും ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളത് ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിരിക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. സർപ്രൈസ് എലമെൻ്റ് ആയിരിക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് WWE എന്ന് പറയുന്ന കമ്പനിക്ക് പുറത്തു നിന്നുള്ള ഒരു താരമാകാൻ സാധ്യതയുണ്ടോ? അതോ പുതുതായി സൈൻ ചെയ്തിട്ടുള്ള റൂസേവ്, അലിസ്റ്റർ ബ്ലാക്ക് തുടങ്ങിയവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമോ? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ദിവസത്തിൽ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളതിൽ ആദ്യത്തെ ഒരു മത്സരമായി നമ്മൾ നോക്കുന്നത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ജഡ്ജ്മെന്റ് ടീമിലെ ലിവ് മോർഗനും റെഗിൽ റോഡ്രിഗസും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യന്മാരിൽ ഒരാളായ ലൈറ വാൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവരുടെ ടീമിന് എതിരെയാണ്. മത്സരത്തിൽ ജഡ്ജ്മെന്റ് ടീം തന്നെയാണ് വിജയിക്കാൻ സാധ്യത. കാരണം ലൈറ നിലവിലെ IC ടൈറ്റിൽ വിജയിയാണ്. അപ്പോൾ ആ ഒരു താരത്തിന് ഇനി മറ്റൊരു ചാമ്പ്യൻഷിപ്പും കൂടി ക്യാരി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് ടീം ടൈറ്റിൽ റിട്ടേൺ ചെയ്യും. രണ്ടാമത്തെ ദിവസത്തിലെ രണ്ടാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് ഡെമിൻ പ്രീസ്റ്റ് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. കിടിലമായിട്ടുള്ള പെർഫോമൻസ് രണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മത്സരങ്ങളിൽ ഒന്നാണ് ഈ ഒരു സിംഗിൾസ് മത്സരം. ഈ മത്സരം ഡ്രൂ മാക്കിൻറ്റയറിന് അനുകൂലമാണ്. നമുക്ക് എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഡ്രൂ മാക്കിൻറ്റയർ ഈ മത്സരത്തിൽ ഡെമിൻ പ്രീസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെയിൻ ഇവൻറ്റ് പിക്ചറിലേക്ക് വരുന്നതായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ ദിവസത്തിലെ മൂന്നാമത്തെ മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ ഫേറ്റൽ 4-way മത്സരത്തിലൂടെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ബ്രോൺ ബ്രേക്കറിനെ കൂടാതെ പെൻഡ,
ഫിൻ ബാലർ, ഡൊമിനിക് മിസ്റ്റീരിയോ തുടങ്ങിയവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ മത്സരത്തെ സംബന്ധിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ ബ്രോൺ ബ്രേക്കർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഈ മത്സരത്തിനുള്ളിൽ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി ലൈൻ ജഡ്ജ്മെൻറ്റിൻ്റെ ടീമിൻ്റെ ഉള്ളിലെ ഫിൻ ബാലർ, ഡൊമിനിക് മിസ്റ്റീരിയോ തുടങ്ങിയവർക്കിടയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കാം എന്നുള്ളൊരു രീതിയിലാണ്. എന്തായാലും ഡൊമിനിക് മിസ്റ്റീരിയോയോ അല്ലെങ്കിൽ ഫിൻ ബാലറിനെയോ ബ്രോൺ ബ്രേക്കർ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ഫെറ്റൽ ഫോർവേയിൽ വിജയിക്കാൻ പോകുന്നത്. ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൻ്റെ ഭാവി എന്ത്, ഇനി ഈ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരിക്കില്ലേ എന്നുള്ള വലിയ സംശയങ്ങൾ അത്തരത്തിൽ നിലനിർത്തുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു മത്സരത്തിലൂടെ ഫിൻ ബാലർ, ഡൊമിനിക് മിസ്റ്റീരിയോ തുടങ്ങിയവർക്കിടയിൽ കാണാൻ സാധിക്കുക. നൈറ്റ് 2-ലെ 4ാമത്തെ മത്സരം AJ സ്റ്റൈൽസ് വേഴ്സസ് ലോഗൻ പോൾ തമ്മിലുള്ള മത്സരമാണ്. ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയിമറായ AJ സ്റ്റൈൽസിന് ലോഗൻ പോൾ എന്ന് പറയുന്ന താരത്തിനെ പുട്ട് ഓവർ ചെയ്യേണ്ട ഒരു മത്സരം മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ലോഗൻ പോൾ AJയെ പരാജയപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. വലിയൊരു ബിൽഡപ്പ് ഒന്നും ഈ ഒരു മത്സരത്തിന് ഇതുവരെ റോ ബ്രാൻഡിലോ സ്മാക്ഡൗൺ ബ്രാൻഡിലോ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം, ആര് വിജയിക്കുമെന്നുള്ള പ്രഡിക്ഷൻ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിൽ മത്സരത്തെ സംബന്ധിച്ചാണ് നമ്മൾ 2ാമത്തെ ദിവസത്തിലെ പ്രഡിക്ഷൻ വീഡിയോയിൽ പങ്കുവെക്കുന്ന മറ്റൊരു മാച്ച് കാർഡ് അപ്ഡേറ്റ്. നിലവിലെ ചാമ്പ്യനായ ഇയോ സ്കൈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലാണ്. ബിയാങ്ക ബെലേർ, റിയ റിപ്ലി തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. മത്സരത്തിൽ ഇയോ സ്കൈ വിജയിച്ച് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ബിയാങ്ക ബെലേറിന് നയോമി, ജേഡ് കാർഗിൽ തുടങ്ങിയവർക്കെതിരെയുള്ള സ്റ്റോറി ബാക്കിയുണ്ട്. റിയ റിപ്ലി ഇപ്പോൾ ചാമ്പ്യനായിട്ട് അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റസൽമേനിയയിൽ വീണ്ടും ചാമ്പ്യനായി കൊണ്ടുള്ള ഒരു മൊമെൻറ്റ് അവർ പെട്ടെന്ന് കാണിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇയോ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് റസൽമേനിയ 41ൻ്റെ മാർക്കി മത്സരമായ മെയിൻ ഇവൻ്റ് മത്സരമായ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സ് സൂപ്പർ താരമായ ജോൺസനെതിരെ കളിക്കുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം. ജോൺസണിൻ്റെ കരിയറിലെ അവസാന റസൽമേനിയ മത്സരം. ജോൺസിന് 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുമോ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നിർത്തിയിട്ടുള്ള മത്സരം. മത്സരത്തിൽ ദ റോക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. റോക്ക് വരില്ല എന്നുള്ള ഒരു അപ്ഡേറ്റുകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലെ വീഡിയോസിലൂടെ പങ്കുവെക്കാം. നിലവിലെ സ്റ്റാറ്റസ് ഇങ്ങനെയാണെന്ന് മാത്രം. ഈ മത്സരം ഒരു 50-50 ചാൻസ് ആണ്. കോഡി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനും ജോൺസന് പുതിയ ചാമ്പ്യൻ ആകാനും സാധ്യതകൾ ഒരുപോലെയാണ്. എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരിക്കലും മറക്കണ്ട, നെറ്റ്ഫ്ലിക്സിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു റസൽമേനിയ 41 കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു ദിവസങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.